അച്ഛാ, ഇതെന്താ ഓർമ്മയുണ്ടോ ഈ പെട്ടിയില്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് 2019 എനിക്ക് കിട്ടിയൊരു അവാർഡാ. ഓർമ്മയില്ലേ? ഇത് നാഷണൽ അവാർഡ്. അപ്പം ഞാൻ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല ഇതുവരെ, ഇതിൻ്റെ മെഡല്. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ മെഡൽ കാണിച്ചിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി തന്ന അവാർഡാണ്. അപ്പം ഞാനതൊന്ന് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. കാണിക്കട്ടെ. ടണ്ടടേ, കണ്ടോ? ഇതാണ് അവാർഡ്. ഇത് 2019 എനിക്ക് അവാർഡ് കിട്ടുന്നത്. ഞാൻ അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. അന്ന് രാംനാഥ് കോവിന്ദ് സാറ് ഉപരാഷ്ട്രപതിയായിരുന്നു തന്നത്. അതിനുശേഷം രാംനാഥ് കോവിന്ദ് സാർ, മുൻ പ്രസിഡൻറ്റ്, എനിക്കൊരു ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അവാർഡാണ് നാഷണൽ അവാർഡ്. അപ്പം അത് കിട്ടിയതിൽ ഭയങ്കരധികം സന്തോഷവും ദൈവത്തിനോടും എല്ലാവരോടും കടപ്പാടും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു നമ്മൾ ആ അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു വലിയൊരു ബൈൻഡ് പോലെ, ഇപ്പോൾ ഡിജിറ്റലാണല്ലോ, അന്ന് ഒരു ബൈൻഡ് പോലെ കെട്ട് കണക്കിന് ന്യൂസ് പേപ്പറിൽ വന്നതും, പിന്നെ എന്താ പറയുക, എൻ്റെ ഓഡിയോ ക്ലിപ്സും, പിന്നെ സർട്ടിഫിക്കറ്റ്സും, എനിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സും എല്ലാം കൂടെ ചേർത്തൊരു അപേക്ഷയായിരുന്നു കൊടുത്തത്. അപ്പോൾ അതിന് ഞാൻ രണ്ട് തവണ കൊടുത്തു. അതിന് സെക്കൻഡ് ടൈമാണ് എനിക്ക് കിട്ടിയത്. എന്താ പറയുക, ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത്. അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അത് 2019 തന്നെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ മോദിജി, അദ്ദേഹത്തോടൊപ്പവും പിന്നെ രാംനാഥ് കോവിന്ദ് സാറും ഒത്തിരി മന്ത്രിമാരുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് ഒരു കച്ചേരി ചെയ്യാനും ഉള്ളൊരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ഷെയർ ചെയ്യണം തോന്നി, അതിനുകൊണ്ടാണേ. ബൈ.